സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി മാറുന്നത്. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. വന്നുപോകുന്ന താൽക്കാലിക മനുഷ്യർക്ക് ഹൃദയം കൊടുത്തതിൻ്റെ പേരിൽ ഇനിയും കരയാൻ ഇടവരുത്തില്ലെന്ന് ഉറപ്പിക്കുക. കണ്ടുമുട്ടുന്ന അധികം മനുഷ്യരും താൽക്കാലിക മനുഷ്യരാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് സ്വയം വളരുക. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. തുറന്ന പുസ്തകം പോലെ ആരുടെ മുന്നിലും പെരുമാറരുത്. കാരണം അവർ പ്രതീക്ഷിച്ച ഉള്ളടക്കം ഇല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ അവർ മാറ്റി നിർത്തും. മറ്റുള്ളവരുടെ നാവിൽ നിന്നും ഒരാളെയും അറിയാൻ ശ്രമിക്കരുത്. കാരണം എല്ലാവർക്കും ഒരുപോലെ ആകില്ല. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കുന്നു. നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമായിരിക്കുന്ന സമയത്തല്ല, നിങ്ങൾ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന സമയത്താണ്. നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും വലിയ സംഭവത്തിനായി കാത്തിരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ അത് ഉപയോഗിച്ച് നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് ആരംഭിക്കുക. ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം. പക്ഷെ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തരുത്. കാരണം ആഗ്രഹിച്ച കാര്യം അതുപോലെ നടക്കാതെ ആവുകയാണെങ്കിൽ നിങ്ങളുടെ നിരാശയും വളരെ ആഴമേറിയതാകും. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. എല്ലാം ക്ഷമിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക. നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതിലൂടെ ആകട്ടെ. ചിലരുടെ അസാന്നിധ്യത്തിലെ അവരുടെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതുവരെ അവർ നമുക്ക് പരിഹസിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും മാത്രമുള്ളവരാണ്. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും, നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. മതിപ്പും അംഗീകാരവും നിങ്ങളെ തേടി വന്നുകൊള്ളും. ഓരോ ബന്ധങ്ങളും സുസ്ഥിരവും സന്തോഷപൂർണവും ആകണമെങ്കിൽ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം. പരസ്പര വിശ്വാസവും വിശ്വസ്തതയും നിലനിർത്തണം. സ്നേഹിക്കണം. സാഹചര്യങ്ങൾ മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല, ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം അവരുടെ മനസ്സിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടെന്നാണ്. എപ്പോഴും സന്തോഷത്തോടെ നിലകൊള്ളുക. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ്.